ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു ടിവി ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. कुकू टीवी. ഈ സൺസെറ്റ് കാണാൻ എന്തു മനോഹരമായിരിക്കുന്നു. ഇതുവരെ ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ടേയില്ല. കാരണം നമ്മൾ ആ സമയത്ത് സ്കൂളിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ നന്നായിട്ട് കണ്ടോളൂ. നിങ്ങൾക്കറിയാമോ, ഇനിയും ധാരാളം അതിശയകരമായ കാര്യങ്ങൾ ഈ ആകാശത്തുണ്ട്. അതൊക്കെ എന്താ മുത്തശ്ശ? ഓ, ധാരാളമുണ്ട്. വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് സൂര്യൻ. ഇതൊരു വലിയ അഗ്നിഗോളമാണ്. വളരെ ദൂരത്തിലാണ് ഉള്ളത്. ചുറ്റിനുമുള്ളത് നക്ഷത്രങ്ങൾ. സൂര്യൻ പകൽ നമുക്ക് വെളിച്ചവും ചൂടും നൽകുന്നു. നിങ്ങൾക്കറിയാമോ, സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമി സൂര്യനെ ഒരു ചുറ്റി വരാൻ 365 ദിവസമാകും. ഓ, ഇപ്പോൾ രാത്രിയാണല്ലോ. അവിടേക്ക് നോക്കൂ, ദാ ചന്ദ്രൻ എത്തിയിരിക്കുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിവരാൻ കൃത്യമായിട്ട് 1 മാസമാകുന്നു. അവിടെ കണ്ടില്ലേ, ധാരാളം നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളും സൂര്യനെ പോലെ ജ്വലിക്കുന്നത് കണ്ടില്ലേ? പക്ഷെ അവയെല്ലാം വളരെ ദൂരത്തിലാണ്. നമുക്കവയെ എപ്പോഴും ആകാശത്ത് കാണാം, പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രമേ സാധിക്കൂ. ദാ കണ്ടില്ലേ, അത് ഗ്രഹമാണ്. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഭൂമിയും സൂര്യന്റെ ഒരു ഗ്രഹമാണ്. അങ്ങനെ ധാരാളം ഗ്രഹങ്ങൾ. അതിന്റെയൊക്കെ പേരെന്താണെന്നറിയാമോ? ഗ്രഹങ്ങളുടെ എല്ലാം പേര് മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റൻ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. മെർക്കുറി സൂര്യന്റെ വളരെ അടുത്തുള്ള ഒരു ഗ്രഹമാണ്. അതിനടുത്തതായി വീനസ്. അത് സ്വയം പ്രകാശിക്കുന്ന ഒരു ഗ്രഹമാണ്. അടുത്തതായി നമ്മുടെ ഭൂമി. ഇവിടെ മാത്രമേ ജീവനുള്ളൂ. അതിനുശേഷം മാസ്, അത് ചുവന്ന ഗ്രഹം. അത് നമ്മൾ ആകാശത്ത് കണ്ടു കഴിഞ്ഞു. ജൂപ്പിറ്റർ ആണ് അടുത്തത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അതാണ് ഏറ്റവും വലിയ ഗ്രഹം. പിന്നെ സാറ്റേൺ. അതിന്റെ വളയങ്ങളോടൊപ്പം കാണാൻ എന്ത് രസമുണ്ടല്ലേ. അവസാന ഗ്രഹം അതാണ് നെപ്റ്റ്യൂൺ. ഇത് വളരെ തണുത്ത ഗ്രഹമാണ്. ഇപ്പൊ നല്ല തണുപ്പില്ലേ? വരൂ, ഉള്ളിലേക്ക് പോകാം. നമ്മുടെ ഭൂമി കാണാൻ എന്തു മനോഹരമായിരിക്കുന്നു അല്ലേ? അതാണ് സത്യം. അടുത്ത പ്രാവശ്യം കൂടുതൽ വ്യക്തമായി കാണാൻ ടെലസ്കോപ്പോട് കൂടി വരാം. ടെലസ്കോപ്പോ? അത് ഞാൻ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഞങ്ങളുടെ മുത്തശ്ശൻ ഒരു കൂളസ്റ്റ് മുത്തശ്ശനാണ്.